ഹലോ നമസ്കാരം. റിയൽ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു നാടൻ ഭക്ഷണമാണ്. ഇന്ന് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ മീൻകറി എന്ന് പറയുന്നത്. അത് നമ്മൾ തേങ്ങ അരച്ച് മീൻകറി വെച്ചാലോ അത് അതിലും കൂടുതൽ സ്വാദായിരിക്കും. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത്. കാരണം കൂടുതലായിട്ട് നമ്മൾ മുളക് അരച്ചൊക്കെയുള്ള മീൻകറിയാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് നമുക്കതൊരു വെറൈറ്റി ആയിട്ട് തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നത് അത് പലർക്കും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് നന്നായി അത് വെക്കുന്നതെന്നുള്ളത് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു? നമ്മുടെ ബീഫ് റോസ്റ്റും അപ്പോൾ ഒക്കെ അടിപൊളിയായി. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു മീൻകറിയിലേക്ക് പോവാം. ചേച്ചിയുടെ വെറൈറ്റി ആയിട്ട് തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി മീൻകറിയാണെന്ന് ചേച്ചി ആദ്യമേ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നായിരുന്നു. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എല്ലാവർക്കും മുളകൊക്കെ ഇട്ട് മീൻകറിയൊക്കെ വെക്കാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവർക്കും അറിയാം. അപ്പം ഈ തേങ്ങ അരച്ച് ഒരു ഹോട്ടൽ സ്റ്റൈൽ മീൻകറിയൊക്കെ എല്ലാവരും പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അതങ്ങോട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി അത് നമുക്കൊരു നല്ല രീതിയിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ചേച്ചി ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം? ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കേരച്ചൂരയാണ്. കേരച്ചൂര മാങ്ങയിട്ട്. ഇത് എത്ര കിലോ മീനാണ്? ഇത് 1 കിലോ മീനുണ്ട്. 1 കിലോ കേരച്ചൂര. ഇത് ഏത് മീനിലും ചെയ്യാൻ പറ്റും? ഏത് മീനിലും ചെയ്യാം. സാധാരണ നമുക്ക് ഏത് മീനിലും തൊട്ട് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ഞാൻ മാങ്ങ ഇട്ട് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് തേങ്ങ അരപ്പെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തേങ്ങ, മുളക് പൊടി. എത്ര തേങ്ങ എടുത്തു? ഇത് ഞാൻ വലിയ ഒരു മുറി തേങ്ങ എടുത്തു. വലിയ അരമുറി തേങ്ങയാണോ? ഒരു തേങ്ങ മുഴുവൻ? ഒരു തേങ്ങ മുഴുവനും എടുത്തില്ല, അതിൻ്റെ കുറച്ച് ബാക്കി വെച്ചു. അപ്പം അത് അതിനകത്ത് മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുറച്ച് ചുമന്നുള്ളി, രണ്ട് പീസ് വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുവാണിത്. ഇനി ഇത് കടുക് വറുത്ത് പാകം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി. ഈ ചട്ടി ചൂടാകുന്ന സമയം കൊണ്ടേ ഞാൻ വേറൊരു സംശയം കൂടെ ചോദിക്കട്ടെ. ഇതിനകത്ത് മാങ്ങ ചേർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മാങ്ങയ്ക്ക് വലിയ പുളിയുള്ള മാങ്ങയല്ല, അതുകൊണ്ട് ഞാൻ അതിന് 2 കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. പുളി കുറവുള്ള മാങ്ങ അനുസരിച്ചിട്ട് നമ്മൾ കുടംപുളിയും കൂടെ ചേർക്കാം. അതെ. ശരി. പിന്നെ എന്തൊക്കെയാ ചേച്ചി ഇതിന് വേണ്ടെന്ന് പറയാമോ? മുളക് പൊടി, ഈ അരപ്പിന് ചേർത്തതൊക്കെ ഇത് തന്നെ. അതെ. അപ്പം ഇതിന് നമ്മൾ ഇനി ചേർക്കുന്നുണ്ടോ? ഇല്ല, ഇനി ചേർക്കുന്നില്ല. ശരി. ചേർത്തത് മാത്രം അവിടെ വെച്ചിരിക്കുന്നു. നമ്മൾ ഉള്ളി, ഇത് പിന്നെ എന്തൊക്കെയാ വേണ്ടുന്നത്? ഉള്ളി, കടുക് വറക്കാൻ ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കും. നമ്മൾ ആദ്യം ചട്ടി ചൂടായി ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത്രയും മതിയല്ലേ? ഇഞ്ചി വെളുത്തുള്ളി മതി. തേങ്ങ അരച്ച് വെക്കുന്നത് വളരെ കുറച്ച് മതി. അരച്ചേക്കുന്നതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർത്തത് കൊണ്ട് ഇത്രയും തന്നെ മതി. അതും ചെറിയ 1-2 പീസേ ചേർത്തിട്ടുള്ളൂ. തേങ്ങ അരച്ച് വെക്കുന്നതിന് അധികം വെളുത്തുള്ളി ചേർക്കാറില്ല. നമ്മൾ മുളക് കറിക്ക് ധാരാളം വെളുത്തുള്ളി ഇഞ്ചി ധാരാളം ചേർക്കും. പക്ഷെ തേങ്ങ അരയ്ക്കുന്നതിന് ഒരു ശകലം ചേർത്താൽ മതി. ശരി. അപ്പോൾ ഇതെങ്ങനെയാ ചേച്ചി? എണ്ണ ഒഴിച്ചു ഇനി ഇത് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചാൽ ശരി. നമ്മൾ ഈ കറി അയലയൊക്കെ വെക്കാം. ഇന്നിപ്പോൾ എനിക്കിത് കിട്ടിയ ഈ ചൂര ആയതുകൊണ്ടാണ് ചൂര വയ്ക്കുന്നത്. അല്ലെ അയലയൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ലതാണ്. ബെസ്റ്റ്. ഉപ്പുകരിയൊക്കെ പിടിക്കാൻ നല്ലതാണ്. അര ടീസ്പൂൺ അല്ലേ? അര ടീസ്പൂൺ കടുകാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി കടുക് പൊട്ടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇത് ചുമന്നുള്ളി, ഉള്ളി തന്നെ വേണം അല്ലേ? ധാരാളം ഉള്ളി ഉണ്ടല്ലോ, കുറച്ച് കൂടുതൽ ഇട്ട് കൊച്ചുള്ളി എത്ര എണ്ണം വേണമെന്ന് കണക്ക് വല്ലതും? ഒരു 3-4 കൊച്ചുള്ളി മതി. അത് ഇതിൻ്റെ കൂടെ തന്നെ ഇടുവാണേ. ഓക്കെ. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വഴക്കിയെടുക്കണം. അപ്പം ഇങ്ങനെ വഴക്കിയെടുത്ത് കഴിയുമ്പം നമ്മൾ ഈ പച്ച അരച്ച മീൻകറി അധികം നാൾ ഇരിക്കത്തില്ല എന്ന് പറയുന്നത്. ഇതിപ്പോൾ അധികം തേങ്ങ അരച്ച് വെക്കുന്ന ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ നമ്മൾ വെക്കാറില്ലല്ലോ. ശരി. ഇപ്പം ഇന്നിവിടെ കഴിക്കാൻ ആള് ഉള്ളത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ തേങ്ങ അരച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചെടുക്കത്തുള്ളൂ. അപ്പം നമ്മളെപ്പോഴും മുളക് അരച്ചാണ് വെക്കുന്നത്. കൂട്ടി തീർക്കാനേ പറ്റത്തുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മുളക് കറി പോലെ നമുക്ക്
ഇത് ഒരുപാട് ദിവസം വെളിയിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇത് അന്ന് തന്നെ ഉണ്ടാക്കി അത് അന്ന് തന്നെ കഴിക്കുന്നതാണ് ഇത് ഏറ്റവും രുചികരമായി. മുളക് കറിയുടെ കൂട്ടി ഇരിക്കും തോറും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇത് അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ നമ്മളിത് കഴിച്ച് തീർക്കണം. ഉള്ളിയും വെളുത്തൊക്കെ നന്നായിട്ട് വഴണ്ടി വരണം. കടുവറക്കാൻ നമ്മൾ മൂപ്പിക്കുന്നത് പോലെ ചുമന്ന് വരണം. ചുമന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ടേക്കട്ടെ. കരിവേപ്പില. ചേച്ചിക്ക് എല്ലാത്തിലും കറിവേപ്പില വേണം. ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നില്ല. ബീഫിനെക്കാട്ടിലും കൂടുതൽ കറിവേപ്പില കണ്ടു. ഇതിപ്പോ ഇത്രയും ഒരു കരിവേപ്പില എനിക്ക് ഇഷ്ടമാണ്. കരിവേപ്പില നല്ല ഒരുപാട് ഗുണങ്ങളുള്ളത് ആയതുകൊണ്ടല്ലേ. കരിവേപ്പിലയുടെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കരിവേപ്പില എല്ലാ കറിക്കും ചേർക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഒന്നും ചേർക്കുന്നില്ല. ഒരു കറിക്ക് രുചി കൂടാനും ഒന്നും ചേർക്കുന്നില്ല അല്ലേ? ഇല്ല. ഇതെല്ലാം ചേച്ചി വീട്ടിൽ തന്നെ എടുക്കുന്ന പൊടികളൊക്കെ അല്ലേ? അതെല്ലാം അത് തന്നെ. ഇത് മിക്സിയിൽ അരച്ച് ഒന്നുകൂടെ ഒന്ന് പറയാമോ ചേച്ചി? ഇതിന്റെ കൂട്ടൊന്നുകൂടെ പറയാമോ? തേങ്ങ ചിരണ്ടി അതിൽ മുളക് പൊടി എത്ര? 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിന്റെ പകുതി മുളക് പൊടിയുടെ പകുതി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ചുവന്നുള്ളി 3-4 എണ്ണം. പിന്നെ 2 ചുവന്നുള്ളി അരച്ചു. ചുവന്നുള്ളി വെളുത്തുള്ളി അരച്ചു. ഇതിന്റെ ഇഞ്ചി ചേർത്തിട്ടില്ലല്ലോ? ഇല്ല. പച്ചമുളക് ഇട്ടിട്ടില്ലേ? അപ്പം എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. തേങ്ങ അരച്ച് വെക്കുന്ന കറിക്ക് എരി അധികം വേണ്ടല്ലോ. നമ്മൾ തേങ്ങ അരച്ച മീൻകറി സാധാരണ എന്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ കഴിക്കാറുള്ളത്? കപ്പയുടെ കൂടെ നല്ലതാണ്. കപ്പയ്ക്ക് നല്ലതാണ് തേങ്ങ അരച്ച് വെച്ച മീൻകറി. ഇത് നമ്മൾ ആ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പം അരപ്പ് അതിലേക്ക് ഒഴിച്ചു. നമ്മൾ ഈ അരപ്പെല്ലാം നല്ല വെള്ളം ഒഴിച്ച് അതിനകത്തോട്ടും ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴുകി അതിനകത്ത് ഒഴിക്കുമല്ലേ? ഇത് തിളയ്ക്കാനായിട്ടാണോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. മാങ്ങ ഇതൊരു മാങ്ങയുണ്ട്, പക്ഷെ വലിയ പുളിയില്ലാത്ത മാങ്ങയാണിത്. നമ്മളിത് മുഴുവൻ ആഡ് ചെയ്യും. നമ്മുടെ ഇഷ്ടം പോലെയാണോ? പോലെ മതി. ശരിക്കും മാങ്ങ ചേർക്കുന്നത് എന്തിനാണ്? മാങ്ങയുടെ ഒരു ഫ്ലേവർ നല്ലതല്ലേ? മാങ്ങ കൊണ്ടുള്ള പച്ചത്തേങ്ങ അരച്ച മീൻകറി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? പിന്നെ ഇതിനകത്തോട്ട് ഞാൻ പുളി കുറവായതുകൊണ്ട് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് കുടംപുളി, നമ്മൾ മീനൊക്കെ മുളക് അരച്ച് വെക്കുന്ന മീനൊക്കെ സ്ഥിരമായിട്ട് ചേർക്കുന്ന പുളിയായത് നല്ല ടേസ്റ്റാണ് ഈ പുളി ഇടുമ്പോൾ. ഈ പുളിയും കൂടെ കുറച്ചിടുന്നു. പുളി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർന്ന് കിട്ടാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നു. നോക്കിയിട്ട് ഉപ്പ് പിന്നെ അറിയാമല്ലോ നമ്മൾ പാകത്തിനായിടുന്നത്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ഉപ്പ് കൂടുതൽ വേണ്ടി വരും, കുറവ് വേണ്ടി വരും കാണുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കുക. ഇത് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ നേരത്തെ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ മീൻ തിളച്ചതിന് ശേഷം മീൻ ഇടുന്നത്. എല്ലാവരും മീൻ തിളയ്ക്കുന്നിട വരെ വെയിറ്റ് ചെയ്യാറില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇത് വെള്ളം മീൻ നമ്മൾ ഏതിനായാലും അരപ്പ് തയ്യാറാക്കിയിട്ട് അത് തിളച്ചതിന് ശേഷമേ കഷ്ണങ്ങൾ ഇടാവും. നല്ലത്. അതിൻ്റെ ആ ഒരു മീനിൻ്റെ നമുക്കൊരു ഇഷ്ടപ്പെടാത്തൊരു മണം അതിൽ നിന്ന് പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ഞാനും തിളച്ചതിന് ശേഷം മാത്രമേ ഇടാറുള്ളൂ.
ചേച്ചി ഇപ്പം മീൻ അരച്ച് തേങ്ങ അരച്ച് വെക്കുന്ന കറിയുടെ കാര്യം പറഞ്ഞു. വേറെ എന്തൊക്കെ വെറൈറ്റി ചേച്ചി ഉണ്ടാക്കാറുണ്ട്? മീൻ നമുക്ക് മുളക് അരച്ച് വെക്കുന്ന കറി ഇതിലും ടേസ്റ്റായിട്ട് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതാകുമ്പം കുറച്ച് ദിവസം ഇരിക്കും, നമുക്ക് ചട്ടിയിൽ തന്നെ തിളപ്പിച്ച് വെച്ചിരുന്നാൽ മതി, ജോലി തീരും. ഇതാകുമ്പോൾ നമുക്ക് ഒരു ദിവസം കഴിച്ചാൽ പിറ്റേന്ന് പിന്നെ ഇത് ടേസ്റ്റ് നമ്മൾ വെച്ചിരുന്ന് കൂട്ടാൻ പറ്റത്തില്ല. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും ആ ഒരു ഫ്രഷിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. പക്ഷെ മുളകരച്ച് വെക്കുകയാണെങ്കിൽ അത് 2-3 ഇത് നമ്മൾ തിളപ്പിച്ച് വരുന്തോറും അതിന് ടേസ്റ്റ് കൂടി വരും. ചേച്ചി അല്ലാതെ ഫിഷ് കൊണ്ട് വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്? ഫിഷ് മോളി ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ചേച്ചി? അതെന്താ ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് വരുന്നത്? വെറൈറ്റി ആയിട്ട് അതും നമുക്ക് ഫ്രഷോടെ കഴിക്കാനാണ് നല്ലത്, വെച്ചിരുന്ന് കഴിക്കാൻ. അത് വെറൈറ്റി ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ പൊള്ളിച്ചതിന് ശേഷം പിന്നെ മസാല ചേർത്തു, പിന്നെ അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു. ശരി. ചെറുപ്പം തൊട്ടേ കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് ചെറുപ്പം തൊട്ടേ ഇഷ്ടമല്ല. താല്പര്യമുണ്ടായത് ഒരമ്മയൊക്കെ ആയതിനു ശേഷമാണ്. അതിന് മുമ്പ് കുക്കിംഗ് ഒന്നും വലിയ ഇതില്ലായിരുന്നു. ചേച്ചി അപ്പം ഫിഷിന്റെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് ഇല്ലേ? അപ്പൊ അതിന്റെയൊക്കെ മസാലയൊക്കെ എങ്ങനെ തന്നെയാണോ? തന്നെ ഉണ്ടാക്കും. മസാലയായിട്ട് വാങ്ങിക്കോ? ഇല്ല, ഞാൻ തന്നെ അരച്ച്. അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, മുളക്, കുരുമുളക് ഇതെല്ലാം കൂടെ അരയ്ക്കും. നല്ല പേസ്റ്റ് മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിൽ എല്ലാവരും ചേർക്കത്തില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കരിവേപ്പില, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് അങ്ങ് അരയ്ക്കാം. അരച്ചിട്ട് അരപ്പ് പുരട്ടി വെച്ചിരുന്ന ഏത് മീനും അത് മതി. ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുന്നതിനും ആ അരപ്പ് തന്നെ തേച്ചാണ് വറക്കുന്നത്. അത് നമ്മൾ എങ്ങനെ വെറുതെ എണ്ണയിലിട്ട് വറുത്തിട്ട് കറി വെക്കുകയാണോ ചെയ്യുന്നത്? ഒത്തിരി നമ്മൾ വറക്കാൻ മൂപ്പിക്കുന്നത് പോലെ മൂപ്പിക്കാതെ ഒരു പകുതി. പിന്നെ നമ്മൾ മസാല അപ്പം ഞാൻ മീനിനകത്തോട്ട് ഇടുവാണ്. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ടല്ലേ? ശരിക്കും ആ മാങ്ങയുടെ മണമൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ 1 കിലോ മീൻ കറിക്ക് ചേച്ചി ഫുൾ തേങ്ങ ചേർത്തിട്ടില്ല? ഫുള്ള് ചേർത്തില്ല, ഒരു പിടി മാറ്റി എന്നല്ലേ പറഞ്ഞു. വലിയ തേങ്ങയായിരുന്നു. ഇത് എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് തിളയ്ക്കാൻ? എത്ര സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടുമായിരിക്കും? മീൻ പെട്ടെന്ന് വേവും, ഒത്തിരി നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് വേവിക്കും തോറും അതിന്റെ സോഫ്റ്റ്നെസ് കുറയും. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഉപ്പും പുളി കാരണം മാങ്ങയുടെയൊക്കെ പുളി പുളി പതുക്കെയല്ലേ ഇറങ്ങത്തുള്ളൂ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഉപ്പ് നോക്കിയാൽ മതി. സ്ഥിരം ചേച്ചി ഇത് വീട്ടിൽ വെക്കാറുള്ളതാണ്? വെക്കാറുള്ളതാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ. ചേച്ചി വേറെ ഞാൻ ചോദിക്കാൻ വേണ്ടേ, ഇപ്പം ചേച്ചി ചെറുപ്പം തൊട്ടേ ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞു. ചേച്ചിക്ക് പിന്നെ എന്തായിരുന്നു ചേച്ചി കൂടുതൽ ഇഷ്ടം? എന്തായിരുന്നു? എന്തിനോടായിരുന്നു? പണ്ട് കുക്കിംഗ് ഇഷ്ടമല്ലായിരുന്നു, കുക്ക് ചെയ്ത് തരുന്ന കഴിക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ ഒരു അമ്മയായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ അതിനോട് ഇഷ്ടമായി. പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതാണെന്ന്. എൻ്റെ അമ്മ നല്ലോണം കുക്ക് ചെയ്യും, എൻ്റെ വല്യമ്മച്ചി നല്ലോണം കുക്ക് ചെയ്യുമായിരുന്നു. നല്ലപോലെ കുക്ക് ചെയ്യുമായിരുന്നു, നാടൻ ഐറ്റംസ് എല്ലാം. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മീൻകറി പ്രതീക്ഷിക്കാം. കാരണം തലമുറകളുടെ കൈമാറി കിട്ടിയ ഒരു എന്താ പറയുന്നത്, വളരെ രുചികരമായ ഒരു തേങ്ങയരച്ച മീൻകറി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ചേച്ചി അപ്പം നമ്മുടെ ഈ മീൻകറി ഇപ്പം ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുമല്ലേ? അത് കറക്റ്റ് പരുവായിട്ടുണ്ടെന്നുള്ളതല്ലേ? ഓക്കെ. ഞാൻ അതിനകത്ത് ഒരു ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇട്ടു. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഓക്കെ. കറിവേപ്പില ഇട്ടപ്പോൾ അതിൻ്റെ മണം അടിക്കുന്നുണ്ട് നന്നായിട്ട്. ഇത് ഇനി ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് കഴിക്കാൻ കപ്പ റെഡിയാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിന് തന്നെ നമുക്ക് സെർവ് ചെയ്തെടുക്കാം. സെർവ് ചെയ്യാം. ഓക്കെ. അപ്പം ഇത് കപ്പയുടെ കൂടാണ് നമ്മൾ കഴിക്കാൻ റെഡിയായിട്ട്. ഓക്കെ. കപ്പയുടെ എങ്ങനെയാണ് ചേച്ചി? ഇത് കപ്പ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു? കുറച്ച് മുമ്പിട്ട് വേവിച്ച് വെച്ചു ഞാൻ. ഓക്കെ. അപ്പം
അത് എങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ തന്നെയാണോ അത് prepare ചെയ്തേക്കുന്നത്? നാടൻ രീതിയിൽ തേങ്ങയൊക്കെ തന്നെ അരച്ച് അതെ. ജീരകമൊക്കെ ഇട്ട് അതെ, വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെളുത്തുള്ളിയും ജീരകമൊക്കെ അരച്ച് കരിയേപ്പില. അങ്ങനെ ചേച്ചിയുടെ കാര്യമായിട്ട് കറിവേപ്പില ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെന്താ, ഓക്കെ. കപ്പയുടെ കൂടെ ടേസ്റ്റ് ചെയ്യുന്നോ അതോ? ആ, കപ്പയും മീൻ കറിയായിട്ട് ടേസ്റ്റ് ചെയ്യാം. മതി, ഇത് മതി ചേച്ചി, കുറച്ച് മതി. നമ്മുടെ മീൻകറി കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച മീൻകറി, ഹോട്ടൽ സ്റ്റൈൽ മീൻകറി. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈശ്വര, ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാ കറിക്കും ടേസ്റ്റ് ചെയ്യാൻ എന്നെ തന്നെ വിളിക്കണേ. അടിപൊളിയായിട്ട്. മീൻകറി എങ്ങനെയുണ്ട്? നമ്മുടെ ഹോട്ടലിൽ ചെന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വായിക്കത് കിടക്ക്. നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിക്കുന്ന അതേ രുചിയിലാണ് ഈ മീൻകറി പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. ആ മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ഉപ്പ് എരിയൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മാങ്ങയുടെ ടേസ്റ്റും കൂടെ ഒക്കെ ആയപ്പം എന്നല്ല, ഒരു മാങ്ങയുടെ കഷ്ണം ഇട്ട് ചേച്ചി നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ്. മതി, ഇത് മതി, ഇത് മതി. നോക്കട്ടെ, ഞാനിപ്പോൾ പറയാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തോ, ഞാൻ എടുത്തോണ്ട് പോകുന്നില്ല. ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സെയിം പച്ചയരച്ച് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ല സോഫ്റ്റ്, അച്ചുതാന ചൂര നല്ല കട്ടിയാണെന്ന് പറഞ്ഞത്, പക്ഷേ നല്ല സോഫ്റ്റായിട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. നമുക്കതിങ്ങനെ അതിനോട് ചേർത്ത് കഴിക്കുമ്പം കൊള്ളാൻ ചേച്ചി. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചട്ടിയോടെ ഞാനും കൊണ്ടുപോകല്ലേ? ആയിക്കോട്ടെ, നമ്മൾ കഴിച്ചിട്ട് കൊണ്ടുപോയാൽ പോരെ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കപ്പയുടെ കൂടെ പച്ചയരച്ച മീൻകറി, സാധാരണ മുളക് കറിയൊക്കെ എല്ലാവരും കഴിക്കാറുള്ളത്, പച്ചയരച്ച മീൻകറി കൂട്ടി കപ്പയൊന്ന് കഴിച്ചു നോക്കണം. നല്ല ഒന്നാന്തര രുചിയായിട്ടുണ്ട്. തനി നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു നാടൻ വിഭവമായി വീണ്ടും കാണാം. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ മറക്കരുത് ട്രൈ ചെയ്യാൻ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.